സ്വിച്ച് ഓഫ് അതെ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഈ ഒരു ഗ്രാം തങ്കത്തിൽ കൊണ്ടാണ് ദൈവമുള്ള കണക്കോ? എനിക്കറിയില്ല. അതെ, കുട്ടി എല്ലാം എങ്ങനെ അറിയാം? എല്ലാം ഞാൻ അറിയാം. എന്താണ് കുട്ടികൾ നീ ക്ലാസ് പോയി? ഹോസ്റ്റലിൽ വെച്ചു ഇവിടെ എന്താ ഇങ്ങനെ? അതെന്താണ് പഠിപ്പിക്കുന്നത്? ഞാനൊരു ആത്മകഥ പറഞ്ഞു. അതെ, ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അതെ, ഈ കോളേജിന്റെ ഹോസ്റ്റലിലോ? അതെ. എന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലം, കാശിന് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര വേണം? 70,000 രൂപ. ഞാൻ തന്നാ മതിയോ? ചുമ്മാ തരാം. വളരെ നല്ല കുട്ടി. ഇക്കാലത്ത് വെറുതെ ഒരാൾ 20,000 രൂപ തരാന്ന് വെച്ചാൽ ആ കാലം തീരും. വെറുതെയോ? പിന്നെ പകരം എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താണ് പറയൂ? ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കയറ്റും. പിന്നെന്താ? എന്താ? ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കയറ്റണമെന്ന്. ഹോസ്റ്റലിന്റെ ഇടനാഴികൾ തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ടിൽ കാതടപ്പിക്കുന്ന അലർച്ച കേട്ടെന്നിരിക്കും. ദ്രവിച്ചു പഴകിയ ജനാലകളുടെ വിടവിലൂടെ നോക്കുമ്പോൾ ഓടി മറയുന്ന പല രൂപങ്ങളെ കടന്നിരിക്കും. എന്ത് സംഭവിച്ചാലും ഇന്ന് രാത്രി ആരും മുറിക്ക് പുറത്തിറങ്ങരുത്. ഈ ഓജോബോർഡ് ശരിക്കും സത്യമാണോ അണ്ണാ? തെളിയിക്കപ്പെട്ട സത്യം. അവിശ്വസിക്കുന്നതേ പാപം. ഒരു ഉടായ്പിനെ നമ്മൾ അടിക്കുന്നില്ലേ? ഇക്കാലത്ത് എവിടെ യക്ഷി ഇതുപോലെ പ്രേതത്തെ വിശ്വാസം എന്ന് പറഞ്ഞോളെ കടയ്ക്ക് അവർ തട്ടുകട നടത്തിയിരുന്ന തീക്ക് വരുന്നത് ബാക്കി പറഞ്ഞു കൊടുക്കാമല്ലോ. മറ്റേ യക്ഷിക്കാവനൊക്കെ ഇത് വിശ്വസിക്കണമെങ്കിൽ യോജന ബോർഡ് വെച്ച് യക്ഷിയെ വിളിച്ചു വരുന്നത് ഞങ്ങളെ എല്ലാം കാണിച്ചു തരണം. ഇതൊന്ന് തൃശ്ശൂർ കാണിച്ചില്ല. യക്ഷിയാണ് യക്ഷി. അത് മാത്രമല്ല, ഓജോ ബോർഡിന്റെ മാതൃകതയും അന്തരീക്ഷത്തിന്റെ നിശബ്ദതയും സമസമം ചാലിച്ചു വരുന്ന പ്രമാണം അതിലൂടെ മാനു ശാന്തപുരം ഫാദർ മാതം തരുന്നേ. ഈ ഋഗ്വേദം വായിച്ചിട്ടില്ലല്ലേ? എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായി കൊടുക്കണോ? എന്നിട്ട് യക്ഷി ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് രാത്രി പലരുടെയും അവസാന രാത്രിയായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നാളെ കാണാം.